നമസ്കാരം, ഫ്ലിക് മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രിയ അവതാരകൻ ആഷിൻ്റെ അഭാവത്തിൽ ഇന്നത്തെ റിവ്യൂ ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ പേര് ഉസാമ ഷിഹാബുദ്ദീൻ. മുരളി ഗോപി എഴുതി GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ടിയാൻ. പൂനെ, മുംബൈ, നാസിക്, രാമോജി ഫിലിം സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ 20 കോടിയോളം രൂപ ബഡ്ജറ്റിൽ ചിത്രീകരിച്ച ഈ ചിത്രം വളരെയധികം കാലിക പ്രസക്തിയേറിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വടക്കേ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായി സംഭവിച്ച രാഷ്ട്രീയ സാമുദായിക വിഷയങ്ങളെ വളരെ നാടകീയമായി ചിത്രീകരിച്ച ടിയാനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗംഭീര ചിത്രം. മോഹൻലാലിൻ്റെ നരേഷനിൽ കഥ പറഞ്ഞു തുടങ്ങുന്ന ചിത്രം സാങ്കേതിക സംവിധാന മേഖലകളിൽ മികവ് പുലർത്തി. വളരെ റിയലിസ്റ്റിക്കായി തുടങ്ങിയ ആദ്യ പകുതിയിൽ ഇന്ദ്രിയത്തിനാണ് ലീഡ് റോൾ. തന്നേക്കാൾ താഴ്ന്ന സമുദായക്കാരോടും അടുത്തിടപഴകുന്ന ഒരു വേദപണ്ഡിതനായിട്ടാണ് ഇന്ദ്രിയത്തിൻ്റെ കഥാപാത്രം ഈ ചിത്രത്തിലുള്ളത്. ഇന്ദ്രിയത്തിൻ്റെ മകളായ നക്ഷത്ര ആദ്യമായി ബിഗ് സ്ക്രീനിൽ മുഖം കാണിച്ചപ്പോൾ തനിക്ക് കിട്ടിയ റോൾ വളരെ ലളിതമായിട്ടാണ് അവതരിപ്പിച്ചത്. പൃഥ്വിരാജ് ചെയ്ത അസ്ലൻ മുഹമ്മദ് എന്ന കഥാപാത്രം ആദ്യ പകുതിയിൽ ദൃശ്യങ്ങളുടെ മിന്നിമറയുമ്പോൾ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഇൻട്രോ സീൻ സംവിധായകൻ തയ്യാറാക്കി വെച്ചിരുന്നത് രണ്ടാം പകുതിയിലാണ്. എങ്കിലും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെ പൃഥ്വിരാജിൻ്റെ എൻട്രി ഗംഭീരമാക്കി. എൻട്രി സീനിനെ പറ്റി പറയുമ്പോൾ നായകർക്കുള്ള അതേ പ്രാധാന്യത്തിലാണ് സിനിമയുടെ മുഖ്യ വില്ലനായ മുരളി ഗോപിയുടെ വരവും ചിത്രീകരിച്ചിരിക്കുന്നത്. സതീഷ് കുറുപ്പിൻ്റെ ഛായാഗ്രാഹണ മികവും ഗോപി സുന്ദറിൻ്റെ സംഗീതവും ചേരുമ്പോൾ ചിത്രം അതിൻ്റെ പരിപൂർണതയിലെത്തുന്നു. ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കഥാപാത്രത്തിന് തുല്യ പ്രാധാന്യം കൊടുത്ത് നീങ്ങിയ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂട്, അനന്യ, ഷൈൻ ടോം ചാക്കോ, പാരിസ് ലക്ഷ്മി തുടങ്ങിയവരുടെ റോളുകളും അവർ ഭംഗിയായി നിർവഹിച്ചു. ഏറെ നാളുടെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വന്ന പത്മപ്രിയ വസുന്ധര ദേവി എന്ന പവർഫുൾ ക്യാരക്ടറിനെ മികവുറ്റതാക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറ, മ്യൂസിക്, ആർട്ട് ഡയറക്ഷൻ തുടങ്ങിയവ ഒരു ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് ചിത്രത്തെ അനുസ്മരിപ്പിക്കും വിധം തോന്നി. അന്ധവിശ്വാസങ്ങളെയും ആൾദൈവങ്ങളെയും അടച്ചാക്ഷേപിക്കുന്ന ചിത്രം വടക്കേ ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രവണതകളുടെ തീവ്രത എടുത്തു പറയുന്നു. 2 മണിക്കൂർ 48 മിനിറ്റ് നീണ്ടുന്ന ചിത്രത്തിൽ ഒരു പോരായ്മയെ തോന്നിയത് ഒന്നാം പകുതിയിലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാം പകുതിയിൽ സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് തോന്നി. എങ്കിലും ഓവറോൾ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ടിയാൻ മലയാള ചലച്ചിത്ര ലോകത്തിൽ ഒരു നാഴികക്കല്ലാണ്. കാഞ്ചി, കോളേജ് ഡേയ്സ് തുടങ്ങിയ ലോ ബഡ്ജറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ GN കൃഷ്ണകുമാർ ടിയാനിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയൊരു ഇൻ്റർവ്യൂവിൽ ഈ ചിത്രം എൻ്റയർ ക്രൂവിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇത്ര സീരിയസ് ആയൊരു വിഷയത്തെ എൻ്റർടൈൻമെൻറ്റിൻ്റെ യാതൊരു ഘടകങ്ങളും ചോരാതെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ച GN കൃഷ്ണകുമാറിന് ഫ്ലിക് മലയാളത്തിൻ്റെ വക ഒരു സല്യൂട്ട്. അദ്ദേഹവുമായുള്ള അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപത്തിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കുന്നു. കാണുക, ഷെയർ ചെയ്യുക. അടുത്ത ചിത്രത്തിൻ്റെ റിവ്യൂവുമായി കാണുന്നവരെ ഗുഡ് ബൈ.